എനിക്ക് റിക്വസ്റ്റ്, ആ പയ്യൻ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പോയി കണ്ടു നോക്കാം. പക്ഷേ ആ പയ്യനോടും കൂടി ചില സത്യങ്ങൾ ചോദിക്കണം. ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള ചില സത്യങ്ങൾ അവളുടെ ലീഗലി വെഡായ ഭർത്താവ് പറയും. നോക്കുക, ഈ യുവതി പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുണ്ട്, അസത്യങ്ങളുണ്ട് എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയുകയാണ് രാഹുൽ ഈശ്വർ. അതും ഈ യുവതിയുടെ ഭർത്താവിനെ ബന്ധപ്പെട്ട് ആ ഭർത്താവിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഡിവോഴ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വ്യക്തത വരുത്തിയ ശേഷം സമൂഹത്തിന് മുന്നിൽ രാഹുൽ അത് തുറന്നു കാണിക്കുന്നു. എന്ന് മാത്രമല്ല, രാഹുൽ ഈശ്വർ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഭർത്താവിനെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സമാഹരിക്കാൻ പറ്റും, അത് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ഏതൊക്കെ തരത്തിൽ ഗുണകരമാകും, ഇരയെന്ന് പറയുന്ന യുവതി നൽകിയ പരാതിയിൽ യാഥാർത്ഥ്യവുമായി എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ട്, അങ്ങനെ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ അത് ക്രോസ് ചെക്ക് ചെയ്യുക തുടങ്ങി ഒരു വലിയ നീക്കമാണ് രാഹുൽ ഈശ്വർ നടത്താൻ പോകുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതായത് മുഖ്യധാരാ മാധ്യമ